നിങ്ങളുടെ ലാപ്ടോപ്പിൽ സി പോർട്ട് മാത്രമാണോ ഉള്ളത്? സ്റ്റോറേജ് ഡിവൈസുകളും മൗസും കീബോർഡും അതുപോലെയുള്ള ഉപകരണങ്ങൾ കണക്ട് ചെയ്യാൻ വളരെയധികം പാടുപെടുന്നവരാണോ? എങ്കിൽ ഇന്നത്തെ വീഡിയോ തികച്ചും നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. അതിന് പറ്റിയൊരു പ്രോഡക്റ്റ്, വളരെ ചെറിയൊരു പ്രോഡക്റ്റാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുവാൻ പോകുന്നത്. എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അതായത് 7-in-1 Type-C HDTV മൾട്ടി ഫങ്ഷണൽ അഡാപ്റ്റർ എന്ന് പറയും. ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ്. ഇങ്ങനെ ഒരു ചെറിയൊരു കവറിനുള്ളിൽ മാത്രമാണ് ഇത് വരുന്നത്. ഇതിനകത്ത് പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. അതായത് നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിലാകും, ഇതിനകത്ത് 7 പോർട്ടുകളുണ്ട്. ഇവിടെ നമ്മുടെ സി പോർട്ടാണ് വരുന്നത്. നമ്മുടെ മൊബൈലിലോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ലാപ്ടോപ്പിലോ ഒക്കെ നമുക്ക് ഇതിങ്ങനെ ഡയറക്റ്റ് കണക്ട് ചെയ്യാൻ പറ്റും. അതിനുശേഷം അതിൻ്റെ നമുക്ക് എക്സ്റ്റൻഷൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു USB, ഇപ്പം നമുക്ക് കീബോർഡുകൾ വേണമെന്നുണ്ടെങ്കിൽ, കീബോർഡ് മൗസും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലൂടെ കണക്ട് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. 3 USB പോർട്ടുകളാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിലാവും, ഇവിടെ ഒരു മെമ്മറി കാർഡിൻ്റെ അഡാപ്റ്ററുണ്ട്. ഉദാഹരണമായിട്ട് നമുക്ക് ഇതുപോലെയുള്ള മെമ്മറി കാർഡുകൾ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ഇവിടെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മൊബൈലിലോ ലാപ്ടോപ്പിലോ ഒക്കെ നമുക്ക് ഇതിലുള്ള ഫയലുകൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അത് കൂടാതെ തന്നെ ഇവിടെ നമുക്കൊരു ഇവിടെ ഒരു മൈക്രോ SD കാർഡ് ഇടാനുള്ള ഒരു സ്റ്റോറേജ് സംവിധാനം കൂടെ ഉണ്ട്. ഒരു സംവിധാനം കൂടെ കൊടുത്തിട്ടുണ്ട്. അതായത് ഇതിപ്പോൾ ഞാൻ ഈ ഒരു അഡാപ്റ്റർ വെച്ചിട്ടാണ് കമ്പ്യൂട്ടറിലും മറ്റുകളിലും ഒക്കെ നമുക്ക് ഉപയോഗിക്കുന്നത്. പക്ഷേങ്കിൽ നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ല മൊബൈലിലൊക്കെ എടുക്കാൻ സമയത്ത്. ഇതിങ്ങനെ നമുക്ക് ജസ്റ്റ് ഈ ഡിവൈസ് ഇല്ലാതെ തന്നെ ഇത് നമുക്ക് ഡയറക്റ്റ് കണക്ട് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഒരു നല്ലൊരു ഓപ്ഷനാണ് അവർ കൊടുത്തിരിക്കുന്നത്. കാരണം ഒരേ സമയം തന്നെ 2 സെറ്റ് ടൈപ്പ് മെമ്മറി കാർഡുകൾ നമുക്ക് ഉപയോഗിക്കാം. അതിലുപരി നമുക്കിത് 4K സപ്പോർട്ടോട് കൂടിയ ഒരു HDMI ഔട്ട് നമുക്ക് കിട്ടും. മൊബൈലിൽ നിന്ന് നല്ല കൂടിയ മൊബൈലുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് HDMI ഔട്ട്പുട്ട് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ TV-ലോ മറ്റോ കണക്ട് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ലാപ്ടോപ്പുകളിലും മറ്റ് കിട്ടുന്ന പിക്ചറുകൾ, വീഡിയോകളോടുകൂടി നമുക്ക് HDMI 4K സപ്പോർട്ടോട് കൂടിയ ഇത് 4K സപ്പോർട്ടോട് കൂടിയ ഒരു HDMI പോർട്ടാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ക്വാളിറ്റി നഷ്ടപ്പെടാതെ തന്നെ നമുക്ക് ആ വീഡിയോയുടെ ഒരു ക്വാളിറ്റി നഷ്ടപ്പെടാതെ തന്നെ നമുക്കത് ആസ്വദിക്കുവാൻ കഴിയും ഈ പോർട്ട് ഉപയോഗിച്ചുകൊണ്ട് ബിഗ് സ്ക്രീനിൽ. അപ്പം ഇതിൻ്റെ പിന്നെ എടുത്തു പറയത്തക്ക ഒരു പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും, ഇവിടെ ഒരു പവറിൻ്റെ ഒരു സോക്കറ്റ്, ഒരു ചെറിയൊരു സ്ലോട്ട് കൊടുത്തിട്ടുണ്ട്. അത് C ആണ് അത് വരുന്നത്. അപ്പം ഇത് പ്രവർത്തിപ്പിക്കാൻ വേണ്ട സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമല്ല, നമുക്കൊരു പവർ കൊടുക്കണം. ഇതിന് അത്യാവശ്യമായിട്ട് നമുക്കൊരു പവർ കൊടുക്കണം. അപ്പോൾ പവർ കൊടുത്തെങ്കിൽ മാത്രമേ ഈ ഡിവൈസ് പ്രവർത്തിക്കുകയുള്ളൂ. അല്ലാതെ ജസ്റ്റ് മൊബൈലിലേക്ക് ഉദാഹരണത്തിന് ഇങ്ങനെ എടുത്ത് കണക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഫങ്ഷൻ ആവുകയില്ല, ഇത് വർക്കാവുകയില്ല. അപ്പോൾ നമുക്കിതിന് തീർച്ചയായിട്ടും ഒരു പവർ കൊടുക്കണം. ആ പവറിൻ്റെ ഒരു സിമ്പൽ നമുക്കിവിടെ കാണാവുന്നതാണ്. ആ ഭാഗത്തേക്ക് നമ്മൾ ഇതുപോലെയുള്ള സ്റ്റോറേജ് ഡിവൈസ് ഇതുപോലെയുള്ള ബാറ്ററികളോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ മൊബൈലിൻ്റെ ചാർജറോ ഒക്കെ കുത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇതിപ്പോൾ ഞാൻ ഈ അഡാപ്റ്റർ ഇതിപ്പോൾ നമ്മുടെ ഒരു പവർ ബാങ്കാണ്. ഈ പവർ ബാങ്ക് നമ്മൾ ഈ ഡിവൈസിലേക്ക് ഇവിടെ ഇങ്ങനെ കുത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഡിവൈസ് ഇവിടെ നമുക്കൊരു ലൈറ്റ് തെളിയുന്നതായിട്ട് കാണാം. അപ്പോൾ ഈ ഡിവൈസ് പ്രവർത്തിക്കാനുള്ള പവർ അതിന് കിട്ടും. ഈ ഒരു പവർ നമ്മൾ കൊടുത്തെങ്കിൽ മാത്രമേ ഈ ഒരു ഡിവൈസ് പ്രവർത്തിക്കുകയുള്ളൂ. അല്ലാതെ ഡയറക്റ്റ് കണക്ട് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുകയില്ല. ഇതിങ്ങനെ കുത്തിയതിന് ശേഷം നമുക്ക് നമ്മുടെ മെമ്മറി കാർഡും സ്റ്റോറേജ് ഡിവൈസുകളും നമ്മുടെ മൗസും കീബോർഡും അങ്ങനെയൊക്കെയുള്ള എല്ലാ വിധത്തിലുള്ള ഉപകരണങ്ങളും നമുക്ക് ഈ സ്ലോട്ടിന് പറ്റിയ എല്ലാ വിധത്തിലുള്ള ഉപകരണങ്ങളും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ മൊബൈലിലൊക്കെ സാധാരണഗതിയിൽ ഒരുപാട് ഫോട്ടോകളും വീഡിയോകളും ഒക്കെ എടുക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ സ്റ്റോറേജ് നമുക്കൊരു വലിയ പ്രശ്നം തന്നെയാണ്. അങ്ങനെ സ്റ്റോറേജ് ഫുള്ളാകുന്ന സമയങ്ങളിൽ നമുക്ക് ഇത് മൊബൈലിൽ നിന്നും വളരെ ഈസി ആയിട്ട് നമുക്ക് ഇതുപോലെയുള്ള ഡിവൈസുകളിലേക്ക് അല്ലെങ്കിൽ സാധാ USB-കളിലേക്കോ ഇതുപോലെയുള്ള ഇച്ചിരി കൂടിയ സൈസുള്ള ഇത് 1 TB ഒരു ഹാർഡ് ഡിസ്ക്കാണ്. അപ്പം ഇതിലേക്ക് നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിങ്ങനെ ജസ്റ്റ് കണക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് മൊബൈലിലുള്ള വീഡിയോസും ഫോട്ടോസും എല്ലാം തന്നെ ഇതുവഴി നമുക്ക് വളരെ ഈസി ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യുക. ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സംഭവം തന്നെയാണ്. പെട്ടെന്നൊന്നും ബ്രേക്ക് ആവുകയില്ല.
എന്താണ് നല്ല ഒരുമാതിരി നല്ല ക്വാളിറ്റിയുള്ള സംഭവം തന്നെയാണ്. ഈ വയറുകളൊക്കെ ആണെങ്കിലും ശരി വളരെ നല്ല ക്വാളിറ്റിയുള്ള സംഭവമാണ്. ഞാൻ കുറച്ച് നാളുകളായിട്ട് ഉപയോഗിക്കുന്ന പ്രോഡക്റ്റാണിത്. പക്ഷേ അതുകൊണ്ടാണ് ഞാൻ വളരെ ഉപകാരപ്രദമെന്ന് തോന്നിയ ഒരു പ്രോഡക്റ്റ് ആയതുകൊണ്ടാണ് പരിചയപ്പെടുത്തിയത്. എന്താണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ഇത്തരത്തിലുള്ള പ്രോഡക്റ്റുകൾ ആമസോണിലും അതുപോലെയുള്ള സൈറ്റുകളിലും വളരെ നമ്മൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ടൈപ്പ് സി HDTV മൾട്ടി ഫങ്ഷണൽ അഡാപ്റ്റർ എന്നോ അല്ലെന്നുണ്ടെങ്കിൽ മൾട്ടി ഫങ്ഷണൽ അഡാപ്റ്റർ എന്ന് കാണിക്കുമ്പോഴേക്കും ഇതുപോലെയുള്ള പ്രോഡക്റ്റുകൾ ധാരാളം ലഭ്യമാണ്. പക്ഷേങ്കിൽ എപ്പോഴും നമ്മൾ ഇതിൻ്റെ ആ ഒരു ബിൽഡ് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് വേണം നമുക്ക് പ്രോഡക്റ്റ് മേടിക്കാൻ. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ കംപ്ലൈൻറ്റ് വരുന്ന കുറഞ്ഞ പ്രോഡക്റ്റുകൾ നമ്മൾ മേടിക്കുമ്പോൾ സംഭവിക്കുന്നത്, ഇതിൻ്റെ ആ ഒരു ഈ ഭാഗം ഈ വയറിൻ്റെ ഒരു ഭാഗമൊക്കെ നമുക്ക് പെട്ടെന്ന് ഇതിങ്ങനെ ഫ്ലെക്സിബിൾ ആയിരിക്കുകയില്ല മിക്കവാറും കുറഞ്ഞു വരുന്ന പ്രോഡക്റ്റുകളുടെ. അതുകൊണ്ട് പെട്ടെന്ന് ഇത് കട്ട് ഓഫ് ആകിപ്പോയി, ഇവിടുന്ന് പെട്ടെന്ന് കട്ടായിപ്പോവും നമ്മൾ അധികമായിട്ട് യൂസ് ചെയ്യുമ്പോൾ. അപ്പം ഇത് മേടിക്കുന്ന സമയത്ത് അതുപോലെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച് മേടിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് തോന്നുന്നു. ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ ഓൾ വാച്ചിങ് ദിസ് വീഡിയോ.